ഹായ്, CMA Remiskarat here. CMAയുടെ റിസൾട്ട് വന്നു, പല ആൾക്കാരും ക്വാളിഫൈ ചെയ്തു, കൺഗ്രാജുലേഷൻസ്. എന്നാൽ ചില ആൾക്കാർക്ക് നിർഭാഗ്യവശാൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ റീവെരിഫിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് റീവെരിഫിക്കേഷൻ, അതിൻ്റെ പ്രൊസീജിയർ. അതേപോലെ എനിക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നറിയണം, എന്നിട്ട് അടുത്ത എക്സാമിലേക്ക് വരുമ്പം അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി വേണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റീവെരിഫിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്താണ് റീവെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തത് എങ്ങനെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് 500 രൂപ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് അതിനേക്കാൾ കുറവ്, ചെറിയ 10 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് റീവെരിഫിക്കേഷൻ ആണ് നോക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു സൈറ്റിലേക്ക് എത്താം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റാണ് റീവെരിഫിക്കേഷനുള്ള. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. റീവെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഒരു തവണയേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിന് ചെയ്യണം എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ തീരുമാനിച്ചു വെക്കുക. 4 എണ്ണത്തിന് വേണേൽ 4 എണ്ണത്തിനും ചെയ്യാം, 2 എണ്ണത്തിനാണെങ്കിൽ 2 എണ്ണത്തിന് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 250 റുപ്പീസ് ആണ് വരുന്നത്, ഇൻക്ലൂസീവ് ഓഫ് സർവീസ് ചാർജ്. 4 എണ്ണം ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം 1000 രൂപ വരും. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കാണാം December 2023 ആണ് നമ്മുടെ ടേം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേം. എന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ഹിയർ നിങ്ങൾ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ, ഫുൾ നെയിം, കോഴ്സ് നെയിം അവിടെ വരും. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് അവിടെ വരും. നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ക്ലിക്ക് ഹിയർ ചെയ്യുന്നതോടുകൂടി അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക. ഏതാണ് സബ്ജക്റ്റ് നമ്മൾ റീവെരിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ഡെബിറ്റ് കാർഡ് ആവട്ടെ, ക്രെഡിറ്റ് കാർഡ് ആവട്ടെ, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആവട്ടെ, ഏതെങ്കിലും മെത്തേഡ് ചൂസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്കതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടി പ്രോസസ്സ് കഴിയും. ഇനി ഒരു ഡൗട്ട്, എന്താണ് ഈ റീവെരിഫിക്കേഷൻ എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റായിട്ട് മുകളിൽ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. റീവെരിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ ആൻസറും കംപ്ലീറ്റ് ഫസ്റ്റ് മുതൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെയല്ല. പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത്ര മാത്രം. ഇപ്പോൾ ഒന്നാമത്തെ ആൻസറിന് 2 മാർക്കാണ് നമുക്കുള്ളത്, രണ്ടാമത്തെ ആൻസറിന് 2 മാർക്കാണ്. അപ്പോൾ 2+2 4 മാർക്കാണ് കൂട്ടിയാൽ കിട്ടുക. എന്നാൽ ഇവർ കൂട്ടി എഴുതിയപ്പോൾ അത് 3 എന്ന് ആയിപ്പോയി, അതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു. അപ്പോൾ അത് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ നോക്കും എല്ലാം 8 മാർക്ക് എല്ലാം കൂടി കൂട്ടിയത് റീകൗണ്ട് ചെയ്ത്, ഒന്ന് റീകൗണ്ടാണ് ചെയ്യുന്നത്. കൗണ്ട് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. രണ്ടാമത്തത് അവർ നോക്കാൻ പോകുന്നത് ഏതെങ്കിലും ആൻസർ വിട്ടുപോയിട്ടുണ്ടോ. നമ്മൾ 10-20 പേജുകൾ ചിലപ്പം ആൻസർ ഷീറ്റ് എഴുതിയിട്ടുണ്ടാവും, ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആൻസർ വാല്യൂ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒമിറ്റ് ചെയ്തതും അവരെന്ത് ചെയ്യും, ഒമിഷൻ വന്നതും അവരെന്ത് ചെയ്യും, റീമാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമുക്ക് മാർക്ക് തരിക. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ A to Z വീണ്ടും ഇരുന്ന് പരിശോധിച്ചിട്ട് മാർക്ക് ഇടുന്ന പ്രോസസ്സ് അല്ല ഇത്. നമുക്ക് റീകൗണ്ടിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ പ്രൊസീജിയർ ഇതാണ്, റീവെരിഫിക്കേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത്, നമ്മുടെ പേപ്പറിൻ്റെ കോപ്പി നമുക്ക് വേണം. പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്, അവർ എഴുതിയപ്പോൾ നമ്മൾ നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിലൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച മാർക്കില്ല. നമ്മളൊരു എക്സംഷൻ അല്ലെങ്കിൽ 40 മാർക്കിൻ്റെ മേലെ പോവും എന്തായാലും എന്ന് വിചാരിച്ച സബ്ജക്റ്റുകളൊക്കെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ 20 മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 30 മാർക്കേ ഉള്ളൂ. നമ്മൾ MCQ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ 30 മാർക്കിന് MCQ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു പകുതിയിലധികം നമ്മൾ നല്ലത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് നമുക്ക് അതിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള പേപ്പറിന് എല്ലാത്തിനും കൂടി, ബാക്കിയുള്ള ആൻസറിന് എല്ലാത്തിനും കൂടി എനിക്ക് 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. എവിടെയാണ് എനിക്ക് തെറ്റിയതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ കോപ്പി വാങ്ങിയെടുക്കാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ തന്നെ, അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ് ത്രൂ തന്നെ നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് എത്താം. ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ടേം കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ സെയിം റോൾ നമ്പർ, ഫുൾ നെയിം, കോഴ്സ് നെയിം ഒക്കെ അവിടെ വരും. എന്നിട്ട് ഏതാണോ നമുക്ക് വേണ്ട സബ്ജക്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇവിടുത്തെ ഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ പേപ്പർ 500 റുപ്പീസ് ആണ്. ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ചെയ്യുന്നത്
ഫീസായിട്ട് വരിക. അപ്പോൾ 4 സബ്ജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 2000 രൂപ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13-ാം തീയതിയാണ്. റീവെരിഫിക്കേഷൻ്റെ ദിവസം എന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മാർച്ചാണ്. മാർച്ച് 23 ആണ്. ഇതിൻ്റെ ഡേറ്റ് വരുന്നത് 13 മാർച്ചാണ്. ഇൻ്റർ ആവട്ടെ ഫൈനൽ ആവട്ടെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീവെരിഫിക്കേഷൻ അപ്ലൈ ചെയ്ത ആളാണ്. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പേപ്പറിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റീവെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? കോപ്പി കിട്ടുള്ളൂ. നിങ്ങൾ വെറും കോപ്പിക്ക് മാത്രം അപ്ലൈ ചെയ്ത ആളാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോപ്പി അയച്ചു തരും. റീവെരിഫിക്കേഷൻ അപ്ലൈ ചെയ്ത ആളാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റീവെരിഫൈ ചെയ്ത് തരും. ഇത് രണ്ടും കൂടി കൊടുത്ത ആളാണെങ്കിൽ റീവെരിഫിക്കേഷൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കോപ്പി കിട്ടുക. ഓക്കെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പേ നൗ ബട്ടൺ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേ നൗ മെത്തേഡ് യൂസ് ചെയ്യാം, പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, എന്നിട്ട് പൈസ അടയ്ക്കാം. അതോടുകൂടി പ്രൊസീജിയർ കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതല്ല നമ്മൾ പറയാൻ പോകണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്നാണ്, പെർ പേപ്പർ 500 രൂപയാണ് ചാർജ് വരുന്നത്. എന്നാൽ ഇതില്ലാതെ നമുക്ക് RTI വെച്ചിട്ട് RTIൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലേ, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ RTI ഓൺലൈൻ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പേപ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും പൈസ വേണ്ട. അതിനുള്ള ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ അയച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്താം, ഈ ഒരു വിൻഡോയിലേക്ക് എത്താം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഏത്? സെലക്ട് മിനിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതൊക്കെ ചോദിക്കും. എന്നിട്ട് അവിടെ അടുത്തത് സെലക്ട് പബ്ലിക് അതോറിറ്റി എന്നുള്ളതാണ്. പബ്ലിക് അതോറിറ്റി എന്നുള്ളടുത്ത് നമ്മൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കാണാം, കമ്പനി സെക്രട്ടറി കാണാം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കാണാം. അത് സെലക്ട് ചെയ്യുക, നമ്മുടെ CMAൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക? ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇമെയിൽ ID ഒക്കെ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അവിടെ ഒന്നും മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല. മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഇമെയിൽ ID കൺഫേം ചെയ്യുക. നേരത്തെ കൊടുത്ത ഇമെയിൽ ID തന്നെ തെറ്റാതെ ഒന്നും കൂടി അടിക്കുക. പിന്നെ നമ്മളെ നെയിം എന്താണോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കോർഡിലുള്ളത് അത് തന്നെ എന്ത് ചെയ്യുക? ആ ഒരു സംഭവം കൊടുക്കുക. ഓക്കെ. അടുത്തത് നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കോർഡുള്ള സംഭവം തന്നെ കൊടുക്കുക. പിന്നെ പിൻ കോഡ് കൊടുക്കുക, അഥവാ അഡ്രസ്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന പിൻ കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യയാണ്. പിന്നെ സ്റ്റേറ്റ് നമ്മൾ കേരള എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. പിന്നെ അവിടെ നമ്മൾ സ്റ്റാറ്റസ് എന്നുള്ള സ്ഥാനത്ത് റൂറൽ അല്ലെങ്കിൽ അർബൻ ഏതാണോ നിങ്ങൾ വരുന്ന ഏരിയ അത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏതാണ് നിങ്ങളുടെ ബിലോ ആണോ, ബിലോ 12th ആണോ, ഗ്രാജുവേറ്റ് ആണോ, എന്താണെന്നുള്ളത്. ഫോൺ നമ്പർ കാര്യങ്ങൾ എഗെയിൻ കൊടുക്കുക. പിന്നെ ഇവിടെ മെയിൻ പാർട്ടിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സംഭവം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോവർട്ടി ലൈനിൻ്റെ താഴെയാണോ, അഥവാ നിങ്ങൾ BPL കാർഡുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BPL കാർഡിൻ്റെ നമ്മളെ റേഷൻ കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്പർ കിട്ടും. ആ BPL കാർഡ് ഇവിടെ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നോ കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആ ഒരു കാർഡ് അവിടെ സംഭവം ഫില്ല് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് കാണാം, RTI ഫീ നമുക്ക് എത്ര രൂപയെ വരുന്നുള്ളൂ? 10 rupees വരുന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ടെക്സ്റ്റ്, എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ടെലിഗ്രാമിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫോർ സർട്ടിഫൈഡ് കോപ്പീസ് ആണ്. നമ്മൾ കോപ്പീസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് താഴെ നമ്മളുടെ നിങ്ങളുടെ നെയിം കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സാമിനേഷൻ CMA ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഏതാണോ നിങ്ങളത് അത് ചൂസ് ചെയ്യുക. ഇയർ ഓഫ് എക്സാമിനേഷൻ December 23 തന്നെയാണ് വരിക. റോൾ നമ്പർ വരിക, നിങ്ങളത് ഹാൾ ടിക്കറ്റ് എടുത്ത് നോക്കി അതിൽ കാണാൻ പറ്റും. അതേപോലെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം പേപ്പറുകളാണ് നിങ്ങൾ ചോദിക്കുന്നത്, അഥവാ നിങ്ങൾക്ക് കോപ്പി വേണ്ടത്, ഏതെല്ലാം പേപ്പറിൻ്റെ ആൻസർ ഷീറ്റാണോ നിങ്ങൾക്ക് കോപ്പി വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഇപ്പോൾ എക്സാമ്പിൾ കോസ്റ്റിംഗ്, ടാക്സ്, GST അങ്ങനെയല്ല, എന്താണോ നമ്മുടെ കറക്റ്റ് സബ്ജക്റ്റിൻ്റെ പേര് അത് അതേപോലെ കൊടുക്കുക. പേപ്പർ നമ്പർ 5 ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ അവിടെ 2016 സിലബസ് ഉണ്ടാവും, 22 സിലബസ് ഉണ്ടാവും. പേപ്പറുകളുടെ നെയിമൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേപ്പറിൻ്റെ നമ്പറും മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ നെയിമും കൊടുക്കുക. ഇത് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മൾ പറഞ്ഞ ഈ ഒരു സ്പേസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്നുള്ള സ്ഥാനം കാണാം. അവിടെ നിങ്ങൾ ചൂസ് ഫയൽ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എക്സാം എഴുതി നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ മൊബൈലിൽ ക്യാം സ്കാനർ ഏതെങ്കിലും യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ കോപ്പി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ
അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് എന്തെന്നെ കൊടുക്കുക, റീനെയിം ചെയ്തിട്ട് അതിൻ്റെ പേര് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ റീനെയിം ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡ് എന്ന് തന്നെ എന്ത് ചെയ്യുക, നെയിം കൊടുക്കുക. അപ്പോൾ അവിടെ അഡ്മിറ്റ് സ്പേസ് കാർഡ് എന്ന് ചിലപ്പോൾ അടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് എന്ന് തുടർച്ചയായിട്ട് അടിക്കുക, സ്പേസ് ഇല്ലാതെ അഡ്മിറ്റ് കാർഡ് എന്ന് അടിക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഈ കോഡ് എന്താണോ കോഡ് നിങ്ങൾക്ക് വരുന്നത് അത് അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാം. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 10 രൂപ എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ് ചൂസ് ചെയ്യാം. അഥവാ നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഏതാണോ നിങ്ങൾക്ക് അതിൽ പറ്റുന്നത്, UPI പേയ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ആ പേയ്മെൻറ്റ് അടയ്ക്കുക. പേയ്മെൻറ്റ് അടയ്ക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു സ്ക്രീൻ വരും, ഒരു പോപ്പപ്പ് സ്ക്രീൻ വരും. അതിൽ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. ഒന്നെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, ആ രജിസ്ട്രേഷൻ നമ്പറാണ് നമുക്ക് ഇനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. പിന്നെ നമുക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വരും, മെയിൽ വരും. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ മെയിലിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരും. ആ മെയിലിൽ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഈ പേപ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ നിങ്ങൾ DD അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഒരു 320 340 രൂപയ്ക്ക് അടയ്ക്കേണ്ടാവും. അപ്പോൾ അടച്ച 10 രൂപേൻ്റെ പുറമെ ഈ 4 സബ്ജക്റ്റിനും കൂടെ ഒരു 320 രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അടയ്ക്കാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവർ പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ബാങ്കിൽ നിന്ന് DD എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ചലാൻ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, മെയിൽ തന്നെ. അപ്പം എന്നിട്ട് വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്, പേപ്പറിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെയാണ് RTA ആക്ട് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ RTA വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ വാങ്ങിയെടുക്കാൻ പറ്റും. അവിടെ ഒരു പേപ്പറിനാണ് 500, ഇവിടെ 4 എണ്ണത്തിന് കൂടി നമുക്ക് 10 രൂപ പ്ലസ് ആ ഒരു 340 സംതിങ് അത്രേ നമുക്ക് എന്ത് വരുള്ളൂ പേപ്പറിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് പറഞ്ഞു, എങ്ങനെ റീവെരിഫിക്കേഷൻ ചെയ്യാം, അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം നമുക്ക് എങ്ങനെ കോപ്പി വാങ്ങിയെടുക്കാം, അല്ല ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും എങ്ങനെ വാങ്ങിയെടുക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കിട്ടും. ആ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ അൺലിമിറ്റഡ് വ്യൂസ് ആണ്. നിങ്ങൾക്ക് ജൂൺ എക്സാം വരെ ഇഷ്ടമുള്ള അത്രയും സമയം എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാൻ പറ്റും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതിലേതെങ്കിലും 2 സബ്ജക്റ്റുകൾ നിങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 4000 എന്നുള്ള ആ റേറ്റ് ആണ് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 1200 ആണ് ഇപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം റെഗുലർ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഡെമോ കണ്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ഈ സ്വന്തമൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പേപ്പറാണ്. നല്ല മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ചിലപ്പം 2016 സിലബസ് പഠിച്ചിട്ട് 22ലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ പുതിയ ചാപ്റ്ററുകൾ വന്നിട്ടുണ്ട്. ABC, അതേപോലെ തന്നെ ഡൂപോണ്ട്, ROI, RI, EVA എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും വന്നിട്ടുണ്ട്. ഡിസിഷൻ തിയറി, മിനിമാക്സ്, മാക്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക, സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.